വെൽക്കം ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു നമ്മുടെ ഒരു പുതിയ മൂവിക്ക് ഞാൻ പോയി. പുതിയ മൂവിക്ക് ആക്ച്വലി എനിക്ക് ടർബോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതായത് ഞാൻ ആക്ച്വലി ഒരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ എങ്കിലും എനിക്ക് തിരക്കുകളുടെ ഇടയിൽ എനിക്ക് ടർബോ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പടം മാറുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ആ സങ്കടം ഞാൻ ഉള്ളിൽ ഒതുക്കി ലാസ്റ്റ് ഗർ കാണാൻ പോയി. ഗർ എന്ന് വെക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് ടൈറ്റിൽ ഗർ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ടച്ച് വരുമല്ലോ എന്ന് കരുതി. അപ്പോൾ അതുപോലൊക്കെ തന്നെ നമ്മുടെ കുഞ്ചാക്കോയും അതുപോലെ തന്നെ സിംഹവും തമ്മിലുള്ള അതിയായ ഏറ്റുമുട്ടലാണ് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു മൂവി സ്റ്റോറി. ഓവറോൾ ഒരു ഇതെന്ന് പറയുന്നത് അത് തന്നെയാണ്. ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ പേടിപ്പിക്കുന്ന തരത്തിലൊന്നുമില്ല. ഇപ്പം ചെറുതായിട്ട് ഈ സിംഹത്തിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഉള്ള ചാടുന്ന മരുന്നുള്ള ഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജലദോഷം. അപ്പോൾ അല്ലാണ്ട് വേറെ ഒത്തിരി പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ സീൻസോ അങ്ങനെ ഇല്ലെന്നാണ് എൻ്റെ ഒരു അപ്പോൾ കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റും. അതുപോലെ തന്നെ അവര് കുറച്ചു നേരം അനങ്ങാതൊക്കെ ഇരുന്നോളൂ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പം മെയിനായിട്ട് ട്രിവാൻഡ്രം സൂ അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് കുറച്ചും കൂടി ആ ഒരു ലെവലിൽ എന്താ പറയാ, അതിൽ വേറെ കുറച്ച് രണ്ട് അനിമൽസിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് കുറച്ചു നേരമൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന പിള്ളേർ സെറ്റ് കുറച്ചും കൂടി അടങ്ങി ഒതുങ്ങിയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം അങ്ങനെയൊക്കെ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ഫിലിമാണ്. പിന്നെ തമാശയ്ക്ക് അത്യാവശ്യം തമാശകളുണ്ട്, ചിരിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. പിന്നെ ഒരേ ഒരു കാര്യം പറയണേ, ഹെവി കണ്ടന്റ്, ഹെവി സ്റ്റോറി, ഭയങ്കര ബിൽഡപ്പ് കൊടുത്തൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർ പോകാതിരിക്കുക. കാരണം നമുക്കറിയാം ഈ ലാസ്റ്റ് ഉണ്ടായ ഗുരുവായൂരമ്പലം എന്നുണ്ടെങ്കിലും എന്താണെന്നല്ലേ, അതൊക്കെ ജസ്റ്റ് ഒരു ഹെവി കണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ഭയങ്കര ഇതൊന്നും പറയാനില്ല. പക്ഷെ അവര് ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അത് നല്ല കോമഡി ആയിട്ട് അല്ലെങ്കിൽ അത് ഫ്രം ടു ആ ഒരു എൻഡ് വരെ അതങ്ങനെ ആയിരിക്കും. ആ ഒരു ലെവലിൽ എന്താ പറയാ, ആ ഒരു നല്ലൊരു ഫ്ലോയ്ക്ക് അത് പോയി, അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ഹെവി ബിൽഡപ്പ് കൊടുത്ത് പോകുന്നവർ പോകാതിരിക്കുക. ബാക്കി ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു ഫിലിമാണ്. പിന്നെ ഇന്ന് ആരെങ്കിലും പോയി കണ്ടവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പോയി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ എന്താണ്, അത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്ന ഫിലിംസിൻ്റെ എല്ലാം റിവ്യൂ ഇടാട്ടോ. റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു ഓവറോൾ എന്താണെന്നുള്ളത്, ജസ്റ്റ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഓവറോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാണാൻ പോകുന്നതിന്റെ ത്രില്ല് പോകും, അല്ല ആ സ്റ്റോറി അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഓവറോൾ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ചിരിക്കാനുണ്ട്, ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, പിള്ളേരെയൊക്കെ ഒന്ന് കൊണ്ടിരുത്താൻ പറ്റുന്ന ജസ്റ്റ് ആ സിംഹത്തിന്റെ ഓട്ടോമാട്ടും പിന്നെ മറ്റേ ബാക്കിയുള്ള ആനിമൽസിനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ വിടും. അപ്പൊ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവര് പോയി കാണുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.